എല്ലാ നിലയിലും ജനങ്ങൾക്ക് പ്രയാസങ്ങൾ മാത്രം നൽകിയ ഒരു ഭരണമായിരുന്നു 5 വർഷക്കാലത്തെ ഭരണം. സ്ത്രീ സുരക്ഷ പൂർണ്ണമായും തകർന്നിരുന്ന UDFന്റെ 5 വർഷക്കാലം. പ്രിയപ്പെട്ടവരെ, അന്നാണ് നമ്മൾ കേരളം ഇളക്കുമറിക്കുന്ന സമരങ്ങൾ നമുക്ക് നടത്തേണ്ടി വന്നത്. അന്ന് കൃഷിക്കാരും തൊഴിലാളികളും ചെറുപ്പക്കാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം സമരം ചെയ്തു. പാഠപുസ്തകത്തിന് വേണ്ടി സമരം ചെയ്തു, ഉച്ചക്കഞ്ഞിക്ക് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു, പള്ളിക്കൂടങ്ങളിൽ അധ്യാപകരെ നിയമിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. നമുക്ക് മറക്കാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2016 ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അവസരം നൽകിയാൽ ഞങ്ങൾ ഈ കേരളത്തെ മാറ്റാൻ ശ്രമിക്കും, തകർത്തെറിഞ്ഞ ഈ കേരളത്തെ ഞങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കും. കേരളത്തിലെ ജനങ്ങളത് വിശ്വസിച്ച് ഇടതുപക്ഷത്തോട് ചേർന്നു വന്നു. അങ്ങനെയാണ് 91 സീറ്റുകൾ നൽകി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ആ 5 വർഷക്കാലത്തെ ഭരണത്തിന്റെ നേട്ടങ്ങൾ എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ നിന്ന് സംസാരിക്കാം. പ്രിയമുള്ളവരെ, പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളെ ആ ഗവൺമെന്റ് ചേർത്ത് നിർത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മഹാപ്രളയവും കോവിഡും എല്ലാം അന്നാണ് വന്നത്. അതുവരെ നമുക്ക് വോട്ട് ചെയ്യാത്ത ആളുകളും പിന്നീട് നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി. എനിക്കറിയാം, സഹോദരിമാര് അന്ന് പ്രകടിപ്പിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊരു ധൈര്യമാണ് ഈ ഗവൺമെന്റ്. 6 മണി കഴിഞ്ഞാൽ ഞങ്ങൾ TV-യുടെ മുമ്പിൽ ഇരിക്കും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേൾക്കാൻ. ആ പത്രസമ്മേളനം കേട്ടാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. അങ്ങനെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടായി. 5 വർഷക്കാലത്തെ നമ്മുടെ ഭരണകാലത്താണ് അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. ആ കാലം കേരളത്തിന് മറക്കാൻ കഴിയില്ല. കിഫ്ബി മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ വന്നത് ആ സമയത്താണ് നമുക്കറിയാം. നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളായി. ഞാനും നിങ്ങളും പഠിച്ച സ്കൂളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നീട് നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ കുഞ്ഞുങ്ങളെ അയക്കാൻ രക്ഷകർത്താക്കൾക്ക് മടിയില്ല. സ്കൂളുകളെല്ലാം ഹൈടെക്കായി. ആശുപത്രികൾ, ഞങ്ങൾ ഈ ഓരോ പ്രദേശത്തൂടെയും ഈ ജാഥയുമായി കടന്നു വരുമ്പോഴൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ള MLA-മാർ അവർ സംസാരിക്കും. അവരുടെ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അവർ സംസാരിക്കും. അങ്ങനെ വലിയ മാറ്റം ആരോഗ്യ മേഖലയിൽ വന്നു. നമ്മുടെ ആശുപത്രികൾ സുസജ്ജമാണ്. ഏത് ശസ്ത്രക്രിയ നടത്താനും നമ്മുടെ ആശുപത്രികൾ ഇന്ന് സജ്ജമായിരിക്കുന്നു. അത് ഹാർട്ടിൻ്റെ ചികിത്സയാകട്ടെ, കിഡ്നിയുടേതാകട്ടെ, ലിവറാകട്ടെ, എല്ലാം ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന സമർത്ഥരായിട്ടുള്ള ഡോക്ടർമാരും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എല്ലാം കേരളത്തിൽ നമ്മൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു.